ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേശികളും അസ്ഥികളുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പേശികളെ കുറിച്ച് പഠിക്കാം, അടുത്ത ക്ലാസ് അസ്ഥികളെ കുറിച്ച്. അപ്പോൾ ജീവലോകത്തെ ചലനങ്ങൾ ആ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ പേശികളെ കുറിച്ച് പഠിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് PSC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എക്സ്ട്രായും കൂടി പഠിക്കാനുണ്ട്. അതെല്ലാം ഈ ക്ലാസ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ആദ്യം ജീവലോകത്തെ ചലനങ്ങൾ. ജീവലോകത്ത് സൂക്ഷ്മജീവികളുണ്ട്, സസ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്, പിന്നെ പൊതുവായിട്ടുള്ള ചലനങ്ങളും. അവയെക്കുറിച്ചാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. അപ്പോൾ സൂക്ഷ്മജീവികളിൽ ബാക്ടീരിയകളിലെ ഫ്ലാജെല്ലം, അമീബയിലെ കപടപാദം, പാരമീസിയത്തിലെ സീലിയ എന്നിവയോ ഉപയോഗിച്ചുള്ള ചലനങ്ങൾ സൂക്ഷ്മജീവികളിലെ വൈവിധ്യമാർന്ന ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇതിലെ ബാക്ടീരിയയിലെ ഫ്ലാജെല്ലം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വാല് പോലെയുള്ള ഒരു സാധനമാണ് ഈ ഫ്ലാജെല്ലം എന്ന് പറയുന്നത്. ഇതിൻ്റെ മൂവ്മെൻറ്റ് കാരണം ജീവി മൂവ് ആവുന്നതാണ് ഈ ബാക്ടീരിയയിലെ ഫ്ലാജെല്ലം ഉപയോഗിച്ചുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേസമയം അമീബയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ഒരു സൂഡോ കപടപാദം ഇങ്ങനെ വെച്ച് അങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. അതേസമയം പാരമീസിയത്തിൽ സീലിയാണ് ഉള്ളത്. സീലിയ പറഞ്ഞാൽ ചെറിയ ഒരു രോമങ്ങൾ മാതിരിയുള്ള സാധനമാണ് സീലിയ എന്ന് പറയുന്നത്. ഇനി ജന്തുക്കളിലെ ചലനം എന്നത് ശരീരഭാഗത്തിനോ ചുറ്റുപാടിനെ അപേക്ഷിച്ച് ശരീരത്തിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്. അത് പല വിധത്തിലുണ്ട്. പുംബീജങ്ങളുടെ ചലനം, പെരിസ്റ്റാൾസിസ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭക്ഷണം അന്നനാളത്തിലൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ട്. അതാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഹൃദയമിടിപ്പ്, രക്തപര്യനം, നടത്തം, ഓട്ടം, ചാട്ടം എന്നിവ ഉദാഹരണങ്ങളാണ്. ഇതിൽ പെരിസ്റ്റാൾസിസ് ചോദിച്ചിട്ടുണ്ട്. ആഹാര പദാർത്ഥം എങ്ങനെയാണ് ഒരു അന്നനാളത്തിലെ മൂവ്മെന്റ് എന്താണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെരിസ്റ്റാൾസിസ് മറക്കരുത്. പെരിസ്റ്റാൾസിസ് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ പെരിസ്റ്റാൾസിസ് എന്താണെന്ന് പറഞ്ഞാൽ അന്നനാളത്തിന്റെ എല്ലാം കോൺട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷൻ വഴി ഒരു മൂവ്മെന്റിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അതുമൂലമാണ് ഭക്ഷണം ഉള്ളിലേക്ക് പോകുന്നത്. അടുത്തത് സസ്യങ്ങൾ ഒരു സഞ്ചരിക്കുന്നില്ലെങ്കിലും സസ്യങ്ങളിലും വളർച്ചയുടെ ഭാഗമായും അല്ലാതായും വിവിധ തരത്തിലുള്ള ചലനങ്ങളുണ്ട്. വിത്ത് മുളയ്ക്കൽ, ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് സസ്യഭാഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റം. അതിന് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സൺഫ്ലവർ നമ്മുടെ സണ്ണിന്റെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും ആ പൂവിന്റെ ഇതളുകൾ ആ ഒരു ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് സസ്യഭാഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റം. അതുപോലെ ഇപ്പോൾ തൊട്ടാവാടി നമ്മൾ തൊടുമ്പോൾ എന്ത് ചെയ്യും? അത് ഉടനെ അതിലെല്ലാം മടക്കും. അതൊക്കെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് സസ്യഭാഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റമാണ്. ഇവയൊക്കെ എന്താണ്? സസ്യചലനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഇതിലെല്ലാം മൊത്തമായിട്ടും ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള കുറച്ച് ചലനങ്ങളുണ്ട്. അതായത് ഓസ്മോസിസ് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തിലൂടെ നമ്മുടെ ഗാഢതയുടെ വ്യത്യാസം അനുസരിച്ച് പുറത്തേക്കോ അകത്തേക്ക് വരുന്നതാണ് ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തിലൂടെ ജലത്തിന്റെ ഗാഢതയ്ക്കനുസരിച്ച് ഒരു സ്ഥലത്തിലൂടെ ജലത്തിന്റെ മൂവ്മെന്റ് നടക്കുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തിലേക്ക് മൂവ്മെന്റ് നടക്കുന്നതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി ഉപയോഗിച്ചിട്ട് മൂവ്മെന്റ് നടത്തുന്നതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സാധാരണ നടക്കുന്നത് ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് നമുക്ക് ഒരു സാധനം എത്തിക്കണം വെച്ചാൽ നമ്മൾ എനർജി കൊടുത്തേ പറ്റുള്ളൂ. അതേസമയം ഡിഫ്യൂഷൻ എന്ന് പറയുന്നതൊന്നും എനർജിന്റെ ആവശ്യമില്ല. അതായത് ഗാഢത കൂടിയ ഭാഗത്തു നിന്നും നേരെ ഗാഢത കുറഞ്ഞ ഭാഗത്തിലേക്ക് എത്തും. അപ്പോൾ ഈ മൂന്നും ഡിഫറൻസും ചോദിക്കണം. ഓസ്മോസിസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കോശസ്തരത്തിലൂടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിലൂടെ ജലത്തിന്റെ ഗാഢതയ്ക്കനുസരിച്ച് ആ കോശസ്തരത്തിലൂടെയുള്ള ജലത്തിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. അതേസമയം ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തിലേക്കുള്ള പദാർത്ഥങ്ങളുടെ മൂവ്മെന്റ് ആണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി ഉപയോഗിച്ചിട്ട് സാധാരണ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തിലേക്ക് പോകുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിലെ വിവിധ ചലനങ്ങൾ നോക്കാം. ഒന്ന്, കോശദ്രവ്യ ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിലുടനീളം വിതരണം ചെയ്യാൻ സഹായിക്കുന്നവയാണ് കോശദ്രവ്യ ചലനങ്ങൾ എന്ന് പറയുന്നത്.
സ്യൂഡോപോഡിയൽ ചലനം. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അമീബൻ്റെ മൂവ്മെൻറ്റ് പറഞ്ഞു. അമീബ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് സ്ട്രക്ചറാണ്. ആ ഒരു സ്ട്രക്ചർ ഒരു പാദം വെച്ചിട്ട് സ്യൂഡോപാദം, അതായത് കപടപാദങ്ങൾ സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുമാതിരിയാണ് ശ്വേതരക്താണുക്കളിലും കപടപാദങ്ങൾ സഞ്ചാരത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്നത്. അതാണ് സ്യൂഡോപോഡിയൽ ചലനങ്ങൾ. ഇനി ഫ്ലജല്ലാർ ചലനം. ഫ്ലജല്ലാർ ചലനത്തിന് ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ പുംബിയുടെ ഒരു വാലുണ്ടാകും. ഈ വാലിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഈ പുംബീജം മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിനുള്ള എക്സാമ്പിളാണ് ഫ്ലാജല്ലാർ ചലനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചലനമാണ് ഫ്ലാജല്ലാർ ചലനം. ഇനി സീലിയറി ചലനം. സീലിയറി ചലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ഭാഗങ്ങളിലുമുള്ള ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ രോമങ്ങളൊക്കെയാണ് എന്ത് സഹായിക്കുക, നമ്മുടെ ഉള്ളിലുള്ള കഫങ്ങളെയും അതുപോലെ ഓവറിൽ നിന്ന് ഓവിയോളുടെ മൂവ്മെന്റിനും സഹായിക്കുന്നതെല്ലാം ഈ സീലിയറി ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് ഈ ചെറിയ രോമങ്ങൾ മാതിരിയുള്ള സാധനത്തിന് അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്നതാണ് സീലിയറി ചലനം എന്ന് പറയുന്നത്. പേശി ചലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിന്റെ സങ്കോചം വികാസം പ്രാപിക്കലും കാരണം നമുക്ക് പലവിധ ചലനങ്ങൾക്ക് പര്യാപ്തമാകുന്നുണ്ട്. അവയാണ് പേശി ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേശി ചലനം തന്നെ നമുക്ക് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ഐച്ഛിക ചലനം. രണ്ടാമത്തത് അനൈച്ഛിക ചലനം. എന്താണ് ഐച്ഛിക ചലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കൺട്രോളിൽ നടക്കുന്ന ചലനങ്ങളാണ് ഐച്ഛിക ചലനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഓടുകയാണ്, നമ്മൾ ഓടാൻ തീരുമാനിച്ചു, നമ്മൾ ഓടുന്നു. അപ്പോൾ അത് ഐച്ഛിക ചലനമാണ്. അതേസമയം നമ്മൾ ഹൃദയമിടിപ്പ്, അത് നമ്മുടെ ഐച്ഛിക ചലനമാണ്. അത് നമുക്ക് ഒരു കൺട്രോളുമില്ല. നമുക്കതിൻ്റെ പീരീഡ് കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ ഒന്നും നമുക്ക് തോന്നുന്ന മാതിരി ചെയ്യാൻ കഴിയില്ല. അത് ഓട്ടോമാറ്റിക്കലായിട്ട് നടക്കുന്നതാണ്. അങ്ങനെയുള്ള ചലനങ്ങളാണ് അനൈച്ഛിക ചലനങ്ങൾ. ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്ന് പറയാം വളണ്ടറി ആക്ഷൻസ്. നമ്മൾക്കിൻ്റെ തീരുമാനപ്രകാരമുള്ള ചലനങ്ങളാണ് വളണ്ടറി ചലനങ്ങൾ അല്ലെങ്കിൽ ഐച്ഛിക ചലനങ്ങൾ. അതേസമയം അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻവളണ്ടറി ആക്ഷൻസ് ആണ്. എന്താണ് ഇൻവളണ്ടറി ആക്ഷൻസ് ആണ് അനൈച്ഛിക ചലനങ്ങൾ. അടുത്തത് നമ്മുടെ പേശികളെ കുറിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ പേശികളെ കുറിച്ച് ഫസ്റ്റ് പഠിക്കുമ്പോൾ പേശികളെ കുറിച്ചുള്ള പഠനം അതെന്താണെന്ന് അറിയാറുണ്ട്. പേശികളെ കുറിച്ചുള്ള പഠനം എന്താ അറിയപ്പെടുന്നത്? മയോളജി. പേശികളെ കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജിയാണ് പേശികളെ കുറിച്ചുള്ള പഠനം. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ എത്ര മസിൽസ് ഉണ്ട് അത് നോക്കാൻ 6+3 = 9 ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 6+3 = 9 എത്രയാണ്? 639. 639 മസിൽസ് ആണ് അല്ലെങ്കിൽ പേശികളാണ് നമ്മുടെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശരീരത്തിലെ ആകെ പേശികൾ എന്ന് പറയുന്നത്. എത്രയാണ്? 639. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അസ്ഥികൾ എത്ര ഉണ്ടെന്ന് അറിയാം, 206 എന്നുണ്ടാവും. അതിന് 3 മടങ്ങിലാണ്. അപ്പം 3 3 2 6 എന്നുള്ള സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 6+3+9 അങ്ങനെ ഓർത്ത് വെച്ചാലും കുഴപ്പമില്ല. അതായത് ഈ ഒരു അസ്ഥിക്ക് 3 മസിൽസ് വേണം, ഒന്ന് കോൺട്രാക്ഷൻ, ഒരു ഇലങ്ങേഷൻ ഒക്കെ ഓർത്ത് വയ്ക്കുക. അങ്ങനെയെല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ വാല്യൂ മറക്കരുത്. നമ്മുടെ പേശികൾ എത്ര ഉണ്ട്? 639 പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി എന്ന് പറയുന്നത്. ഇനി ഈ പേശികൾ ഉത്ഭവിക്കുന്നത് ഭ്രൂണാവസ്ഥയിൽ മീസോഡേം എന്ന കലയിൽ നിന്നുമാണ്, സവിശേഷ കലയിൽ നിന്നുമാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നമ്മൾ പേശികൾ ഉത്ഭവിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. മീസോഡേം എന്താണ്? മീസോഡേം എന്ന ഭ്രൂണാവസ്ഥയിലുള്ള സവിശേഷ കലയാണ് മീസോഡേം. അതിൽ നിന്നുമാണ് നമ്മുടെ മസിൽസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. പേശികളെ നമുക്ക് എന്താ തിരിക്കാം? 3 ആയിട്ട് തിരിക്കാം. ഒന്നാമത്തത് അസ്ഥിപേശി. അതാണ് അസ്ഥിപേശി. നമുക്ക് പേശികളെ ഇത് ശരീരത്തിന്റെ പുരുഷം മാത്രമല്ല, അതല്ലാതെ അവയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ ആകൃതി, ഇതിനെല്ലാം അനുസരിച്ച് നമ്മൾ 3 ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്താണ് അസ്ഥിപേശി, രണ്ടാമത്തത് മൃദുലപേശി, മൂന്നാമത്തത്
ഹൃദയപേശി. ഈ അസ്ഥിപേശിയുടെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? സ്കെലറ്റൽ മസിൽ. ഇതിൽ തന്നെയുണ്ട് അസ്ഥികളുടെ കൂടെ ചേർന്നിട്ടുള്ള പേശികളാണ് അസ്ഥിപേശി എന്ന് പറയുന്നത്, സ്കെലറ്റൽ മസിൽ. അപ്പൊ ഈ സ്കെലറ്റൽ മസിലിന്റെ പ്രത്യേകത നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ കണ്ടോ ഓരോരോ വരകളുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയസും ഉണ്ട്. അപ്പൊ ഈ വരകളെ എന്താ പറയുക? ഈ വരകളെ നമ്മൾ പറയുക സ്ട്രയാറ്റഡ് മസിൽസ് ആണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള വരകളുള്ള മസിൽസിന് എന്താ പറയുക? സ്ട്രയാറ്റഡ് മസിൽസ്. അതിന്റെ മലയാളം എന്താണ്? രേഖാങ്കിത പേശി. എന്താണ്? രേഖാങ്കിത പേശി. നാളെ ചോദിക്കാം ഏതൊക്കെയാണ് നമ്മുടെ സ്ട്രയാറ്റഡ് മസിൽസ് അല്ലെങ്കിൽ രേഖാങ്കിത പേശികൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയണം അത് അസ്ഥിപേശിയും ഹൃദയപേശിയും. എന്താണ്? അസ്ഥിപേശിയും ഹൃദയപേശിയും രേഖാങ്കിത പേശികളാണ്. അതായത് സ്കെലറ്റൽ മസിൽസും കാർഡിയാക് മസിൽസും എന്താണ്? സ്ട്രയാറ്റഡ് മസിൽസ് അല്ലെങ്കിൽ രേഖാങ്കിത പേശികളാണ്. ഈ അസ്ഥിപേശികളുണ്ടല്ലോ, ഈ അസ്ഥിപേശികളെല്ലാം ഐച്ഛിക പേശികളാണ്. എന്താണ്? ഐച്ഛിക പേശികളാണ്. കാരണം എന്താണ്? ഇവയെ നമുക്കിപ്പോൾ കൈമടക്കണം, നമ്മുടെ ഈ അസ്ഥിയെ ഇതാക്കിയാൽ മതി. അത് നമ്മുടെ വളണ്ടറി ആയിട്ട് നമുക്ക് വിചാരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അസ്ഥിപേശിയെല്ലാം എന്താണ്? കൺട്രോൾഡ് വളണ്ടറി മസിൽസ് ആണ്. ഇനി അടുത്തതാണ് സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ മൃദുല പേശി അല്ലെങ്കിൽ നോൺ സ്ട്രയാറ്റഡ് മസിൽസ്. ഇവിടെ കണ്ടോ, ഇവിടെ വന്നിട്ട് വരകളൊന്നുമില്ല. അപ്പോൾ അതെന്താണ്? നോൺ സ്ട്രയാറ്റഡ്, രേഖകളൊന്നുമില്ല, നോൺ സ്ട്രയാറ്റഡ് മസിൽസ് ആണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന ആൾക്ക് ഇതിൽ ഏതാണ് നോൺ സ്ട്രയാറ്റഡ് മസിൽസ്, എന്നിട്ട് നമുക്ക് ഈ ഓപ്ഷൻ തന്നാൽ നമുക്ക് മനസ്സിലാക്കണം ഏതാണ് നോൺ സ്ട്രയാറ്റഡ് മസിൽസ് എന്ന്. അപ്പോൾ മൃദുല പേശി എന്ന് പറയുന്നു. അതുപോലെ നോൺ സ്ട്രയാറ്റഡ് മസിൽസ് എന്ന് പറയുന്നത് മിനുസ പേശികൾ അല്ലെങ്കിൽ മൃദുല പേശി. ഇവ എവിടെയൊക്കെയാണുള്ളത്? അന്നപഥത്തില്, അതുപോലെ ആമാശയം, അതുപോലെ രക്തക്കൊഴലുകള്, പ്രത്യുൽപാദന നാളി, ഇവയിലെല്ലാം ഏതാണ്? ഈ മൃദുല പേശികളാണ് ഉള്ളത്. ഈ പേശികളുടെ സങ്കോച വികാസങ്ങളുടെ ഫലമായിട്ടാണ് അന്നപാതത്തിലൂടെയുള്ള നമ്മുടെ ആഹാരത്തിന്റെ ചലനം അങ്ങനെയൊക്കെ അതെല്ലാം നടക്കുന്നത് ഈ മൃദുല പേശികളുടെ സഹായത്തോടെയാണ്. ഇവയെ എന്താണ്? ഇവ വളരെ മിനുസമായിട്ടാണ് ഉള്ളത്. ഈ വരകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മിനുസമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ എന്താ പറയുക? മിനുസ പേശികൾ അല്ലെങ്കിൽ മൃദുല പേശികൾ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ്, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട് ആന്തരാവയവ പേശി. എന്താണ്? ആന്തരാവയവ പേശി. ആന്തരാവയവ പേശി പറഞ്ഞാൽ എന്താണ്? ഉള്ളിലുള്ള ഉള്ളിലുള്ള അവയവങ്ങളുള്ള പേശി, അതായത് അന്നനാളം, അന്നപഥം അങ്ങനെയുള്ള അവയവങ്ങളുള്ള പേശിയാണ് ആന്തരാവയവ പേശി. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് വെച്ചാൽ വിസറൽ മസിൽസ്. എന്താണ്? വിസറൽ മസിൽസ്. ഇനി അടുത്താണ് ഹൃദയപേശി. അപ്പൊ ഈ നമുക്ക് അറിയാലോ, ഈ അന്നപഥം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മുടെ മൂവ്മെന്റ് നടക്കുക അല്ല. അപ്പൊ നമ്മുടെ ഒരു കൺട്രോൾ നമുക്കില്ല. നമുക്ക് വിചാരിച്ചിട്ട് നമ്മുടെ ബോധപൂർവമുള്ള കാര്യത്തിന്റെ അപ്പുറമാണ് ഈ അന്നപഥത്തിലെ മൂവ്മെന്റ് എല്ലാം. അപ്പൊ അതെല്ലാം അനൈച്ഛിക പേശികളാണ്. മൃദുല പേശി എന്താണ്? അനൈച്ഛിക പേശിയാണ്. ഇനി ഹൃദയപേശി. ഹൃദയപേശി പറഞ്ഞാൽ ഹൃദയത്തിൽ കാണുന്ന പേശിയാണ് ഹൃദയപേശി എന്ന് പറയുന്നത്. തുടർച്ചയായി പ്രവർത്തിക്കുന്ന വിശ്രമമില്ലാത്ത ഏക പേശിയാണ് ഏത്? ഹൃദയപേശി എന്ന് പറയുന്നത്. ഇത് വിശ്രമിച്ചാൽ പിന്നെ നമുക്ക് വിശ്രമിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്ന പേശികളാണ് എന്ത് പറഞ്ഞത്? കാർഡിയാക് മസിൽസ് അല്ലെങ്കിൽ ഹൃദയപേശി എന്ന് പറയുന്നത്. ഇവയിലും നമ്മൾ കണ്ടില്ലേ ഇങ്ങനത്തെ രേഖാങ്കിതകളുണ്ട്. അതാണ് ഇത് രേഖാങ്കിത പേശിയാണ്. രേഖാങ്കിത പേശിയാണ്, അതായത് സ്ട്രയാറ്റഡ് മസിൽസ് ആണ്. പിന്നെ ഇതിന്റെ മൂവ്മെന്റ് നമ്മുടെ കൺട്രോളിലാണ് അല്ല. അപ്പൊ എന്താണ്? അനൈച്ഛിക പേശിയാണ്. എന്താണ്? അനൈച്ഛിക പേശിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ള പേശികൾ. ഇപ്പൊ മൂന്ന് തരം പേശികളാണ് എന്നുള്ളത് മനസ്സിലായി. ഇനി അസ്ഥികളുമായിട്ട് അങ്ങനെയൊക്കെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ കാണുന്നത്. ഈ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെൻഡൻ എന്ന് പറയുന്നത്. എന്താണ്? ടെൻഡൻ. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൈകൾ മടക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇത് വന്നിട്ട് മടക്കൽ പേശി
കോൺട്രാക്ട് ചെയ്യും, ഇത് റിലാക്സ് ചെയ്യും, നിവർത്തൽ പേശി. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ ഭാഗത്തേക്ക് മൂവ്മെന്റ് നടക്കും. അതേസമയം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ നിവർത്തുകയാണ് എന്ത് വെച്ചാൽ ഇത് റിലാക്സ് ആവും, ഇത് കോൺട്രാക്ട് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഇങ്ങോട്ട് വളരും, അപ്പോൾ ഇത് നിവരും. ഇങ്ങനെയാണ് ഈ കൈകളുടെ ചലനം സാധ്യമാക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന്. ഈ നമ്മൾ കൈകൾ മടക്കുന്ന സമയത്ത് ഫ്ലെക്സർ മസിൽസ് അല്ലെങ്കിൽ മടക്കൽ പേശി എന്ത് ചെയ്യും, കോൺട്രാക്റ്റ് ആവും. അപ്പോൾ അതുപോലെ ഈ നിവർത്തൽ പേശി അല്ലെങ്കിൽ എക്സ്റ്റൻസർ മസിൽ വന്നിട്ട് റിലാക്സ് ആവും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇവിടെ കോൺട്രാക്റ്റ് വന്നുകൊണ്ട് തന്നെ ഇത് ഉള്ളിലേക്ക് വരും, ഈ കൈ ഉള്ളിലേക്ക് പോകും. അതേസമയം ഈ കൈകൾ നിവർത്തനം വെച്ചാൽ എന്താ ചെയ്യുക, നമ്മൾ ഇത് റിലാക്സ് ആക്കണം, അതായത് മടക്കൽ പേശി വന്നിട്ട് റിലാക്സ് ആക്കണം, ഫ്ലെക്സർ മസിൽസ് വന്നിട്ട് റിലാക്സ് ആകണം. അതേസമയം നിവർത്തൽ പേശി കോൺട്രാക്റ്റ് ആകണം. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ കൈ വന്നിട്ട് വെളിയിലേക്ക് മൂവ്മെന്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ പേശികൾ അസ്ഥികളുമായി ചേർന്ന് നമ്മുടെ മൂവ്മെന്റ് സാധ്യമാക്കുന്നത്. ഇനി ഇതിലെ ഒരു അറിയപ്പെടേണ്ട ഒരു കാര്യമാണ് കൈമോഗ്രാഫ്. എന്താണ് കൈമോഗ്രാഫ്? കൈമോഗ്രാഫ് എന്ന് പറഞ്ഞാൽ പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, കൈമോഗ്രാഫ്. പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അത് കൈമോഗ്രാഫ്. കൈമോഗ്രാഫ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ മൂവ്മെന്റ് എങ്ങനെയൊക്കെ നടക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരെണ്ണം കോൺട്രാക്ട് ചെയ്യും, ഒരെണ്ണം എക്സ്റ്റൻഷൻ ചെയ്യും. അതുപോലെ അടുത്ത സമയത്ത് ഇത് കോൺട്രാക്ട് ചെയ്യും, ഇത് റിലാക്സ് ആകും. അപ്പോൾ ഇങ്ങനെ രണ്ട് ധ്രുവീയമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന പേശി ജോഡികളെ എന്താ പറയുക, പ്രതിദ്വന്ദ്വി പേശികൾ. എന്താണ്, ആന്റഗോണിസ്റ്റിക് മസിൽസ് അല്ലെങ്കിൽ പ്രതിദ്വന്ദ്വി പേശികൾ എന്ന് പറയുന്നത്. എന്താണ്, പ്രതിദ്വന്ദ്വി പേശികൾ അല്ലെങ്കിൽ എന്താ പറയുക, ആന്റഗോണിസ്റ്റിക് മസിൽസ്. ഇനി അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു. അങ്ങനെയൊക്കെയാണ് പേശികളെ, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് കൈകളിലെ മൂവ്മെന്റ് നടക്കുന്നത് എന്ന് പറഞ്ഞു. കൈമോഗ്രാഫ് പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ന് പറഞ്ഞു. പിന്നെ ഈ രണ്ട് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള മൂവ്മെന്റ് നടത്തുന്ന പേശികളെ ഒരുമിച്ചിട്ടുള്ള ആ പേരിനെ പറയുന്ന പേരാണ് പ്രതിദ്വന്ദ്വി പേശികൾ എന്ന് പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് പേരാണ് ആന്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് ഈ പേശികല എങ്ങനെയാണ് എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശരീരത്തിൽ ഓരോ പേശി ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് പേശി വ്യൂഹങ്ങൾ അല്ലെങ്കിൽ പേശി സഞ്ചയങ്ങൾ കൊണ്ടാണ്. പേശി വ്യൂഹങ്ങൾ എന്താ പറയുക, ഇംഗ്ലീഷിൽ മസിൽ ബണ്ടിൽസ് അല്ലെങ്കിൽ ഫാസിക്കിൾസ്. ഈ പേശി സഞ്ചയങ്ങൾ ഇവ എന്തുകൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്, ഫാസിയ പറഞ്ഞിട്ടുള്ള ഒരു ആവരണം കൊണ്ട് ഇവ ആവരണം ചെയ്തിട്ടുണ്ട്. ഈ ഓരോ പേശി വ്യൂഹത്തിലും എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള പേശി വ്യൂഹത്തിൽ ഒരുപാട് പേശി തന്തുക്കൾ ഉണ്ടാവും. എന്താണ്, പേശി തന്തുക്കൾ. ഈ ഒരുപാട് ഇതിൽ പേശി തന്തുക്കൾ ഉണ്ടാവും. ഈ ഓരോ പേശി തന്തുവിനെയും എന്ത് സംഭവിക്കും, ഒരു ആവരണം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഓരോ പേശി തന്തുവിനെയും ഒരു ആവരണം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഈ ആവരണത്തെ പറയുന്ന പേരാണ് എന്ത്, പേശി കോശസ്തരം. എന്ത് പറയാം, പേശി കോശസ്തരം. പിന്നെ അവിടെ വെച്ചിരിക്കുന്നത് ഒരു പേശി തന്തുവാണ്. ഈ പേശി തന്തുവിന് പൊതിഞ്ഞിരിക്കുന്ന ആവരണമാണ് എന്ത്, പേശി കോശസ്തരം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാന്ന് വെച്ചാൽ സാർക്കോലെമ. ഇതിന്റെ ഇംഗ്ലീഷ് പേരും പഠിച്ചിരിക്കണം, സാർക്കോലെമ. എന്താണ്, സാർക്കോലെമ. അപ്പോൾ ഈ പേശി തന്തുവിനെ പേശി കോശസ്തരം കൊണ്ട് പൊതിച്ചിരിക്കുന്നത്, അതായത് സാർക്കോലെമയാണ് പൊതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പേശി തന്തുവിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഈ പേശി തന്തുവിൻ്റെ ഉള്ളിൽ പേശി കോശസ്തരത്തിനുള്ളിൽ പേശി കോശദ്രവ്യം ഉണ്ടാവും. നമ്മുടെ സാധാരണ കോശം എടുക്കുന്ന പോലെ തന്നെ കോശസ്തരം, അതിൻ്റെ ഉള്ളിൽ കോശദ്രവ്യം. അതുപോലെ ആ ദ്രവ്യത്തിന് എന്താ പറയുക, പേശി കോശദ്രവ്യം എന്ന് പറയുന്നു. അപ്പോൾ ഈ പേശി കോശസ്തരത്തിനുള്ളിൽ പേശി കോശദ്രവ്യമുണ്ട്. ഈ പേശി കോശദ്രവ്യത്തിൽ എങ്ങനെയാണ്, ഒരുപാട് ന്യൂക്ലിയസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ബഹുമർമ്മത അല്ലെങ്കിൽ എന്താണ്, സെൻസിറ്റിയം എന്ന സ്വഭാവം കാണിക്കും.
എന്താണ് സിൻസിറ്റിയം അല്ലെങ്കിൽ ബഹുമർമ്മത എന്നുള്ള സ്വഭാവം കാണിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പേശി വ്യൂഹങ്ങൾ അല്ലെങ്കിൽ പേശി സഞ്ചയങ്ങൾ അവയെ പറഞ്ഞിട്ട് ഫാസിയ എന്നുള്ള ആവരണമുണ്ട്. ഈ പേശി വ്യൂഹത്തിൽ എന്തുണ്ട്, ഒരുപാട് പേശി തന്തുക്കളുണ്ട്. ഈ പേശി തന്തുക്കൾ എന്ത് ചെയ്യും, ഓരോ പേശി തന്തുവിനെയും ഈ ഒരു യൂണിറ്റാണ് പേശി തന്തു എന്ന് പറയുന്നത്. ഈ ഒരു പേശി തന്തുവിന് ആവരണമാണ്, അതിൻ്റെ സ്ഥലമാണ് പേശി കോശ സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാർക്കോലെമ എന്ന് പറയുന്നത്. ഈ സാർക്കോലെമന്റെ ഉള്ളിൽ എന്താണ്, കോശദ്രവ്യമുണ്ട്, അതുപോലെ ഒരുപാട് മർമ്മങ്ങളുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി പേശി കോശദ്രവ്യത്തിനുള്ളിൽ നമ്മൾ അന്തർദ്രവ്യ ജാലികയെ എന്ത് വിളിക്കാം, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ പേശി ദ്രവ്യ ജാലിക. എന്താണ്, പേശി ദ്രവ്യ ജാലിക, പേശി ദ്രവ്യ ജാലിക എന്ന് വിളിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു കോശത്തിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് അത് മാത്രമാണ് പറയുന്നത്. ഈ പേശി കോശ സ്ഥലം ഞാൻ പറഞ്ഞിരുന്നു, പേശി കോശ സ്ഥലം, അതിൻ്റെ ഉള്ളിൽ പേശി ദ്രവ്യ ജാലിക അല്ലെങ്കിൽ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇനി ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഇടയിൽ ഒരുപാട് സമാന്തരമായിട്ടുള്ള തന്തുക്കളുണ്ട്. ഈ തന്തുക്കളെ പറയുന്ന പേരാണ് മയോഫിലമെന്റ്സ്. എന്താ പറയുന്നത്, മയോഫിലമെന്റ്സ് അല്ലെങ്കിൽ മയോഫൈബ്രിൽസുകൾ എന്ന് പറയുന്നത്. എന്താണ്, മയോഫിലമെന്റ്സ് ഓർ മയോഫൈബ്രിൽസ് ഉണ്ട്. ഈ മയോഫൈബ്രിൽസ് എന്തുണ്ട്, ഈ മയോഫൈബ്രിൽസിൽ ഒരുപാട് ഡാർക്ക് ബാൻഡും അതുപോലെ ലൈറ്റ് ബാൻഡും ഉണ്ട്. അതായത് ഇരുണ്ടതും അതുപോലെ തെളിഞ്ഞതുമായിട്ടുള്ള ഒരു രേഖാങ്കിതമായ രീതിയിലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത് എന്ന് വെച്ചാൽ, ഈ ആക്റ്റിനും മയോസിനും, ഈ ആക്റ്റിൻ്റെയും മയോസിൻ്റെയും ഇടവിട്ടിട്ടുള്ള ക്രമീകരണമാണ് എന്ത് സംഭവിക്കുന്നത്, ഈ മയോഫിലമെന്റ്സിൽ അല്ലെങ്കിൽ മയോഫൈബ്രിൽസിൽ ഇങ്ങനെ ഇരുണ്ടതും തെളിഞ്ഞതുമായിട്ടുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നത്. ഈ ഇളം നിറത്തിലുള്ള അല്ലെങ്കിൽ തെളിഞ്ഞിട്ടുള്ള ആ ഭാഗത്തെ പോർഷൻ എന്താ പറയുക, ഐ ബാൻഡ് എന്ന് പറയുക. എന്താണ്, ഐ ബാൻഡ്. ഐ ബാൻഡ് പറഞ്ഞാൽ ഐസോട്രോപിക് ബാൻഡ്. എന്താണ്, ഐസോട്രോപിക് ബാൻഡ്. അതേസമയം ഈ ഐ ബാൻഡിൽ എന്താ ഉണ്ടാവുക, ആക്റ്റിൻ മാത്രമാണ് ഉണ്ടാവുക. ഈ പോർഷനാണ് എന്ത് പറയുന്നത്, ഐസോട്രോപിക് ബാൻഡ് എന്ന് പറയുന്നത്. എന്താണ്, ഐസോട്രോപിക് ബാൻഡ്. അതേസമയം മയോസിൻ ഭാഗങ്ങളുള്ളത് എന്താ പറയുക, അനൈസോട്രോപിക് ബാൻഡ്. എന്താണ്, അനൈസോട്രോപിക് ബാൻഡ്. ഈ അനൈസോട്രോപിക് ബാൻഡ് എന്താണ്, ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇത് ലൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ തെളിഞ്ഞ ബാൻഡ് എന്ന് പറയാം. ഓക്കെ. അതേസമയം ഇത് മയോസിൻ അടങ്ങിയിട്ടുള്ള പോർഷൻ വന്നിട്ട് അതെന്താണ്, അനൈസോട്രോപിക് ബാൻഡ് എന്ന് പറയും. അത് ഡാർക്ക് ബാൻഡാണ്. പിന്നെ ഈ മയോസിൻ ബാൻഡുകൾ ഉണ്ടല്ലോ, മയോസിൻ വന്നിട്ട് ഈ ആക്റ്റിനും മയോസിനും എന്ന് പറയുന്നത് പ്രോട്ടീനുകളാണ്. ഈ ആക്റ്റിനും മയോസിനും ഒരു പ്രത്യേകതയുണ്ട്. ആക്റ്റിന് വന്നിട്ട് കനം കുറവാണ്, അതേസമയം മയോസിൻ വന്നിട്ട് കനം കൂടുതലാണ്. അപ്പോൾ ആക്റ്റിന് എന്താ പറയുക, തിൻ ഫിലമെന്റ്സ് എന്ന് പറയും, മയോസിന് തിക് ഫിലമെന്റ്സ് എന്ന് പറയും. ആക്റ്റിൻ കാണപ്പെടുന്ന ബാൻഡാണ് ഐസോട്രോപിക് ബാൻഡ് അല്ലെങ്കിൽ ഐ ബാൻഡ് എന്ന് പറയുന്നത്. അതേസമയം മയോസിൻ കാണപ്പെടുന്ന ബാൻഡാണ് അനൈസോട്രോപിക് ബാൻഡ് അല്ലെങ്കിൽ എ ബാൻഡ് എന്ന് പറയുന്നത്. ഇത് എന്തിലാണ് ഉണ്ടാകുന്നത്, ഒരു മയോ ഫിലമെന്റിലാണ് ഉണ്ടാകുന്നത്. ഈ മയോ ഫിലമെന്റ് എവിടെയാണ് കാണപ്പെടുന്നത്, പേശി ദ്രവ്യ ജാലികയിലാണ് കാണപ്പെടുന്നത്. ഈ പേശി ദ്രവ്യ ജാലിക എന്ന് പറയുന്നത് പേശി കോശത്തിനുള്ളിലുള്ള ജാലകമാണ് ഈ പേശി ദ്രവ്യ ജാലിക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സാധാരണ ഒരു ചിത്രം വരച്ചാൽ, നമ്മളൊരു മയോ ഫിലമെന്റിന്റെ ഒരു ചിത്രം വരച്ചാൽ മയോ ഫിലമെന്റ് ഉണ്ടാവും. ആ മയോ ഫിലമെന്റിൽ അങ്ങനെ ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ ആക്റ്റിൻ ഉണ്ടാവും, ഇതിൻ്റെ ഇടയിൽ മയോസിൻ ഉണ്ടാകും. ഇത് വന്നിട്ട് മയോസിന്, ഇത് ആക്റ്റിന്. ഓക്കെ. പിന്നെ അടുത്ത ആക്റ്റിന് പോർഷൻ. അപ്പോൾ ഈ രണ്ട് ഇടയിലുള്ളതിന് ഈ ഒരു ബാൻഡിനെ പറയുക, എന്താ പറയുക, സാർക്കോമിയർ എന്ന് പറയുക. എന്താണ്, സാർക്കോമിയർ എന്ന് പറയുന്നത്. ഓരോ ഐ ബാൻഡ് പറഞ്ഞാൽ ആക്റ്റിന്റെ ബാൻഡിന്റെയും ഇടയിൽ അവയെ ബന്ധിപ്പിച്ചുകൊണ്ട്, അവയെ വേർതിരിച്ചുകൊണ്ട് ഒരു ഇസഡ് ബാൻഡ് കാണപ്പെടുന്നതാണ്. ഇലാസ്തിക രേഖയുള്ള ഇസഡ് ബാൻഡ് കാണപ്പെടുന്നതാണ്. ഇസഡ് ബാൻഡ് കാണപ്പെടുന്നു. ആക്റ്റിൻ നാരുകൾ എന്ത് ചെയ്യും, ഈ ഇസഡ് ബാൻഡുമായിട്ട് ദൃഢമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ
ഇതെങ്ങനെയാണ് ഈ മയോഫൈബ്രിൽസ് ഇത് അടങ്ങിയിരിക്കുന്നത്? ഒന്ന് ആക്റ്റിൻ, പിന്നെ മയോസിൻ, പിന്നെ ആക്റ്റിൻ, പിന്നെ ഇസഡ് ബാൻഡ്, പിന്നെ വീണ്ടും ആക്റ്റിൻ, മയോസിൻ, അങ്ങനെ ക്രമീകരിച്ചിട്ടാണ് ഈ മയോഫൈബ്രിൽസിൽ ഉള്ളത്. ഈ സാർക്കോമിയർ പറയുന്നതിന് രണ്ട് ഇസഡ് ബാൻഡിന്റെ അടിയിലുള്ള ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സാർക്കോമിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂവ്മെന്റ് എങ്ങനെ നടക്കുക? ഈ ആക്റ്റിൻ കണ്ടില്ലേ, നമ്മൾ വിശ്രമാവസ്ഥയിൽ ഇങ്ങനെയാണ് നിൽക്കുക. ആക്റ്റിന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, മയോസിൻ ഉള്ളിൽ അവ തമ്മിൽ ഗ്യാപ്പൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അതേസമയം കോൺട്രാക്റ്റ് മറ്റേ ചെയ്യുന്ന സമയത്ത് ഈ ആക്റ്റിൻ നാരുകൾ മയോസിന്റെ ഉള്ളിലേക്ക് കയറി ഇതാവും. അപ്പം അങ്ങനെയാണ് നമ്മുടെ എന്ത് നടക്കുന്നത്? കോൺട്രാക്ഷൻ നടക്കുന്നത്. ഈ പേശിന്റെ കോൺട്രാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഈ ആക്റ്റിൻ നാരുകൾ മയോസിന്റെ ഉള്ളിലേക്ക് കയറി നിന്നിട്ടാണ് ഈ ഒരു ഇത് നടക്കുന്നത്, ഈ ഒരു കോൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പം ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ പേശികല ഉണ്ടാകുന്നത്, പേശികലയെ ശരീര ചലനങ്ങൾക്ക് കാരണമാകുന്ന സവിശേഷ കലകളാണ് പേശികൾ. പിന്നെ ഈ പേശികളിൽ എന്തുണ്ട്? പേശി വ്യൂഹമാണ് ഉള്ളത്. പേശികളുടെ ഒരു കൂട്ടമാണ് പേശി വ്യൂഹം. ഈ പേശി വ്യൂഹത്തെ നമ്മൾ എന്ത് പറയും? പേശി വ്യൂഹങ്ങൾ അല്ലെങ്കിൽ പേശി സഞ്ചയം എന്ന് പറയും. മസിൽ ബണ്ടിൽസ് അല്ലെങ്കിൽ ഫാസിക്കിൾസ് എന്ന് പറയും. ഇത് എന്ത് ആവരണം ചെയ്തിരിക്കുന്നു? ഫാസിയ പറഞ്ഞിട്ടുള്ള ഒരു ആവരണമുണ്ട്. ഈ പേശി വ്യൂഹം എന്താ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പേശി തന്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പേശി തന്തുവിനെ പൊതിഞ്ഞിട്ടുള്ള സ്ഥലമാണ് എന്ത് പറയുന്നത്? പേശി കോശസ്തരം. അപ്പോൾ പേശി കോശസ്തരം ഈ അല്ലെങ്കിൽ എന്താ പറയുക, സാർക്കോലെമ, നമ്മുടെ സാധാരണ കോശത്തിന്റെ സ്ഥലമാണ് പേശി കോശസ്തരം. പേശികളുള്ള കോശത്തിന്റെ സ്ഥലമായതാണ് പേശി കോശസ്തരം അല്ലെങ്കിൽ സാർക്കോലെമ എന്ന് പറയുന്നത്. ഈ പേശി കോശദ്രവത്തിന്റെ ഉള്ളിൽ എന്താണ്? പേശി കോശദ്രവമുണ്ട് അല്ലെങ്കിൽ സാർക്കോപ്ലാസമുണ്ട്. ഈ സാർക്കോപ്ലാസത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരുപാട് ദ്രവ്യജാലിക, പേശി കോശദ്രവ്യജാലിക, അന്തർദ്രവ്യജാലിക എന്താ പറയാ? ഈ പേശി കോശദ്രവ്യത്തിനുള്ള അന്തർദ്രവ്യജാലികയെ പേശി ദ്രവ്യജാലിക എന്ന് പറയുന്നു, അല്ലെങ്കിൽ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നു. ഈ പേശി ദ്രവ്യത്തിൽ എന്തുണ്ട്? അനേകം മയോഫിലമെന്റ്സുകളുണ്ട്. എന്താണ്? നമ്മുടെ ഈ പേശി കോശങ്ങൾ കാണപ്പെടുന്ന പ്രത്യേക തരം ഇതാണ് മയോഫിലമെന്റ്സ് ഉണ്ട്. ഈ മയോഫിലമെന്റ്സ് അല്ലെങ്കിൽ മയോഫൈബ്രിൽസിൽ എന്തുണ്ട്? നമ്മുടെ ഇരുണ്ടതും അതുപോലെ തന്നെ തെളിഞ്ഞതുമായിട്ടുള്ള ബാൻഡുകളുണ്ട്. ഈ ഇരുണ്ട ബാൻഡിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ കറുത്ത ബാൻഡിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡിനെ പറയുന്ന പേരാണ് അനൈസോട്രോപിക് ബാൻഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ മയോസിനാണ് കാണപ്പെടുന്നത്. അതേസമയം ലൈറ്റ് ബാൻഡ് എന്ന് പറയുന്നവിടെ നമ്മൾ കാണുന്നത് ആക്റ്റിൻ എന്നുള്ള പ്രോട്ടീനാണ് കാണപ്പെടുന്നത്. അതിനെ ഐസോട്രോപിക് ബാൻഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ലൈറ്റ് ബാൻഡ് എന്ന് പറയുന്നു. മയോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ തിക് ഫിലമെന്റുകളാണ്. കാരണം അവ കനം കൂടിയ നാരുകളാണ്, അല്ലെങ്കിൽ തിക് ഫിലമെന്റുകളാണ്. അതേസമയം ആക്റ്റിൻ എന്ന് പറയുന്നത് കനം കുറഞ്ഞ ബാൻഡുകളാണ്. നമ്മുടെ ഈ പേശി തന്തുവിൽ എങ്ങനെയാണ്? പേശി തന്തുവിൽ ഒന്നിടവിട്ട് ബാൻഡുകളുണ്ട്. ഈ ഒരു രണ്ട് പോർഷൻ്റെ ഇടയിലുള്ളത് അങ്ങനെയുണ്ടാവുക ധാരാളം ചെയ്തിരിക്കുന്നത്. ആദ്യം ആക്റ്റിൻ ഉണ്ട്, പിന്നെ മയോസിൻ ഉണ്ട്, വീണ്ടും ആക്റ്റിൻ ഉണ്ട്, പിന്നെ ഒരു ഇസഡ് ബാൻഡ്, വീണ്ടും ആക്റ്റിൻ, മയോസിൻ, ആക്റ്റിൻ, ഇസഡ് ബാൻഡ്. ഇങ്ങനെ ഒരു ചെറിയ പോർഷന് പറയുന്ന പേരാണ് സാർക്കോമിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്റ്റിൻ വന്നിട്ട് ഇസഡ് ബാൻഡുമായിട്ട് ദൃഢമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കോൺട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ആക്റ്റിൻ നാരുകൾ വന്നിട്ട് മയോസിന്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. മയോസിന്റെ ഉള്ളിലേക്കും മയോസിന്റെ മേലേക്ക് കയറിപ്പോവും. അങ്ങനെയാണ് ഈ കോൺട്രാക്ഷൻ നടക്കുന്നത്. ഓരോ ഐ ബാൻഡിന്റെയും ഇടയിൽ എന്തുണ്ട്? അല്ലെങ്കിൽ ആക്റ്റിന്റെ അപ്പുറത്ത് എന്തുണ്ട്? ഒരു സെഡ് ബാൻഡ് ഉണ്ട്. എന്താണ്? സെഡ് ബാൻഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ പേശിയുടെ ക്രമങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്താണ് മസിൽ ഫറ്റീഗ്. എന്താണ് മസിൽ ഫറ്റീഗ്? അതിന്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് പേശീക്ലമമാണ്. എന്താണ്? പേശീക്ലമം. നമുക്കറിയാം, നമ്മുടെ കോശത്തിന്റെ നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോശത്തിനെല്ലാം ഊർജം ആവശ്യമാണ്. ഈ ഊർജം എങ്ങനെ ഉണ്ടാകുന്നത്? ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ATP ഉണ്ടാക്കും. ആ ഒരു ATP ആണ് ഊർജത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ നമ്മൾ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രവൃത്തികൾ ഏർപ്പെടുന്ന സമയത്ത് ഈ പേശി കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ തികയാതെ വരും. നമ്മൾ ഒരുപാട് കിതച്ചിട്ട് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരുപാട് കിതക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരുപാട് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിതക്കുന്നത്. പക്ഷേ ഈവൻ ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം നമുക്ക് ഈ ഓക്സിജൻ പറ്റുന്നില്ല, ഓക്സിജൻ തികയുന്നില്ല വെച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരെ പൂർണ്ണമായിട്ടുള്ള ശ്വസനം നടക്കാതെ
ഓക്സിജൻ ഇല്ലാത്ത ശ്വസനം വഴി എന്ത് സംഭവിക്കും? ലാക്റ്റിക് ആസിഡ് നമ്മുടെ പേശികളിൽ ഉണ്ടാവും. ഈ ഒരു സമയത്ത് എന്താ സംഭവിക്കുക? പേശികോശങ്ങളിൽ അസിഡിറ്റി കൂടും. ഈ ലാക്റ്റിക് ആസിഡ് അടിയുമ്പോൾ പേശികോശങ്ങളിൽ എന്തുണ്ടാവും? അസിഡിറ്റി കൂടും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? വേറെ പേശികോശവുമായി ബന്ധപ്പെട്ട കോശ സങ്കോചവുമായി ബന്ധപ്പെട്ട ഒരുപാട് രാസാഗ്നികളുടെ പ്രവർത്തനത്തെ ഇത് മന്ദീപിക്കും. ഇങ്ങനെ ആസിഡ് അവിടെ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീപിക്കും. ആ പേശികളുടെ സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുന്നതാണ് പേശീക്രമം അല്ലെങ്കിൽ മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. എന്താണ്? തുടർച്ചയായി പ്രവൃത്തികൾ ചെയ്യുന്നത് മൂലം പേശികളുടെ സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? പേശീക്രമം അല്ലെങ്കിൽ മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പേശികൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് ഏറ്റവും ചെറിയ പേശി. ഏറ്റവും ചെറിയ പേശി എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ ചെറിയ അസ്ഥിയുള്ള അവിടെയാണ് ഉണ്ടാവുക. ഏതാണ് ചെറിയ അസ്ഥി? നമ്മുടെ സ്റ്റേപ്പീസ് ആണ് ചെറിയ അസ്ഥി. ഈ സ്റ്റേപ്പീസ് എവിടെ കാണുന്നത്? ചെവിയിലാണ് കാണപ്പെടുന്നത്. അവിടെയുള്ള അപ്പോൾ പേശിയുടെ പേരെന്തായിരിക്കും? സ്റ്റെപ്പിഡിയസ്. എന്താണ്? സ്റ്റെപ്പിഡിയസ് എന്നാണ് അവിടെയുള്ള പേശിയുടെ പേര്, സ്റ്റെപ്പിഡിയസ്. ഏറ്റവും ചെറിയ പേശി എന്ന് പറയുന്നത് ചെവിയിലുള്ള സ്റ്റേപ്പീസ് അസ്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേശിയാണ്, സ്റ്റെപ്പിഡിയസ് ആണ് ഏറ്റവും ചെറിയ പേശി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഏറ്റവും വലിയ പേശി ഏതാണ്? വലിയ പേശി എന്ന് പറയുന്നത് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. എന്താണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഏറ്റവും വലിയ പേശി എന്ന് പറയുന്നത്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? ശരീരത്തിന്റെ ഇടുപ്പ് ആസന ഭാഗങ്ങൾ കാണപ്പെടുന്നതാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറയുന്നത്. എന്താണത്? വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറയുന്നത്. ഇനി വിശ്രമമില്ലാത്ത പേശി ഏതാണ്? ഹൃദയപേശിയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രവർത്തിക്കുന്ന പേശി അതേതാണ്? കൺപോളയിലെ പേശിയാണ്. അതാണ് കൺപോളയിലെ പേശി. പേശികളില്ലാത്ത ഒരു അവയവം ഏതാണ്? ശ്വാസകോശം. അത് പഠിക്കണം. അതാണ് പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. ഇത് മറക്കരുത്. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. അപ്പോൾ ഇതിന്റെ ശ്വാസകോശത്തിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയഫ്രം താഴേക്ക് പോവും, അതുപോലെ മേലെയുള്ള വാരിയലിന്റെ മേലെയുള്ള പേശികൾ മേലേക്ക് പോവും. അപ്പോൾ എല്ലുകൾ ഫ്രീ ആവും. ആ ഒരു സമയത്ത് ശ്വാസകോശം എൻലാർജ് ആവും. അതേസമയം നിശ്വസിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാവും. അതുപോലെ തന്നെ നമ്മുടെ വാരിയലിനെ പൊതിച്ചിട്ടുള്ള പേശികൾ സങ്കോചിക്കും. അപ്പോൾ വാരിയലിന്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ശ്വാസകോശം അതിലുള്ള വായു പുറത്തേക്ക് പോകും. അതാണ് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം. ഇനി ഈ പേശികൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ എന്ന് പറയുന്നതാണ് വിറ്റാമിൻ ഡി ആണ്. അതിനാവശ്യമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മൂലകം ഏതാണ്? കാൽഷ്യം. കാൽഷ്യം വളരെയേറെ ആവശ്യമുള്ള മൂലകമാണ് പേശികൾക്ക്. പിന്നെ കാൽസ്യവും മഗ്നീഷ്യം അയോൺസുകളും രണ്ടും വളരെ അത്യാവശ്യമായിട്ടുള്ള അയോണുകളാണ്. ഇനി ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, കയ്യിലെ പ്രധാന പേശികളാണ് ബൈസെപ്സും ട്രൈസെപ്സും. ഇനി രണ്ടാമത്തെ കാര്യം വന്നിട്ട് ഈ പേശികളെ കൺട്രോൾ ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം എന്താണ്? സെറിബെലമാണ്. നമ്മൾ അതുകൊണ്ടാണ് മദ്യമെല്ലാം കുടിച്ചാലും നമുക്ക് ഈ പേശികളെ കറക്റ്റായി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീണ് പോകുന്നത്. അപ്പോൾ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെലമാണ്. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം എന്ന് പറഞ്ഞു. പിന്നെ പേശികൾക്ക് നിറം നൽകുന്ന പിഗ്മെന്റ് അല്ലെങ്കിൽ വർണ്ണവസ്തു അതെന്താണ്? മയോഗ്ലോബിൻ. എന്താണ്? മയോഗ്ലോബിൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പേശികളിൽ പഠിക്കാനുള്ളത്. ഇനി വേറൊരു കാര്യമാണ് റിഗർ മോർട്ടിസ്. റിഗർ മോർട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരപേശികൾ ദൃഢമാകും. ഈ ഒരു അവസ്ഥയെ വിശേഷിപ്പിക്കുന്നതാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. എന്താണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്? പിന്നെ സ്റ്റെറോയിഡുകൾ നിങ്ങൾക്കറിയാലോ. പേശികോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ് സ്റ്റെറോയിഡുകൾ എന്ന് പറയുന്നത്. ഇവയെ ഒരുപാട് ഉപയോഗിക്കരുത്, പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ജൈവലോകത്തെ ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികളുണ്ട്. ബാക്ടീരിയയിലെ സൂക്ഷ്മജീവികൾ, ബാക്ടീരിയയിലെ ഫ്ലജെല്ലം, അമീബയിലെ കപടഭാഗം, പാരമീസിയത്തിലെ സീലിയ എന്നിവ ഉപയോഗിച്ചുള്ള ചലനങ്ങൾ സൂക്ഷ്മജീവികളിലെ വൈവിധ്യമാർന്ന ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ യൂഗ്ലിനിയിലൊക്കെയാണ് ഫ്ലജെല്ലം യൂസ് ചെയ്യുക. അമീബയിൽ എന്താണെന്ന് ചോദിക്കാം, സ്യൂഡോപാദമാണ്. പാരമീസിയത്തിൽ എന്താ ഉപയോഗിക്കുക? സീലിയാണ് ഉപയോഗിക്കാം. ഇനി ജന്തുക്കളുടെ ചലനം എന്ന് പറയുന്നത് എന്താണ്? പുംബീജങ്ങളുടെ ചലനമുണ്ട്, പെരിസ്റ്റാൾസിസ് ഉണ്ട്, ഹൃദയമിടിപ്പുണ്ട്, രക്തപര്യനം. ഇവയെല്ലാം എന്താണ്? ജന്തുക്കളുടെ ചലനത്തിന് ഉദാഹരണമാണ്. ഈ സസ്യങ്ങൾ നമ്മുടെ ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. അതുപോലെ വിത്തുമുളകൾ, ഇവയെല്ലാം സസ്യങ്ങളിലെ
ചലനങ്ങളാണ്. ഇനി പൊതുവായിട്ടുള്ള ചലനങ്ങൾ എന്ന് പറയുന്നതാണ് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുതാര്യമായിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെ ജലത്തിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു സ്ഥലത്തിലൂടെയുള്ള വെള്ളത്തിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അതേസമയം ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തിലേക്കുള്ള പദാർത്ഥങ്ങളുടെ മൂവ്മെന്റ് ആണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എനർജി ഉപയോഗിച്ച് സാധാരണ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തിലേക്കുള്ള പദാർത്ഥങ്ങളുടെ മൂവ്മെന്റ് ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇവ മൂന്നും ചോദിക്കാം, പഠിക്കണം. പിന്നെ ശരീരത്തിന്റെ ചലനങ്ങൾ എന്ന് പറയുന്നത് കോശദ്രവ്യ ചലനങ്ങളുണ്ട്. പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിലൂടെ ഉടനീളം വിതരണം ചെയ്യാൻ സഹായിക്കുന്നവയാണ് കോശദ്രവ്യ ചലനങ്ങൾ എന്ന് പറയുന്നത്. സ്യൂഡോപോഡിയൽ ചലനങ്ങളുണ്ട്. അതാണ് കപടപാദം ഉപയോഗിച്ചിട്ടുള്ള അമീബയുടെ ചലനം പോലെയുള്ള മൂവ്മെന്റ്. അത് നമ്മുടെ ശ്വേതരക്താണുക്കൾ നടക്കുന്നുണ്ട്. ഫ്ലജലാർ ചലനം എന്ന് പറയുന്നത് ഫ്ലജല ഉപയോഗിച്ചുള്ള ചലനമാണ്. അതിനാണ് കുംഭിജങ്ങളുടെ ചലനം എന്ന് പറയുന്നത്. സീലിയറി ചലനം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഈ രോഗങ്ങളുടെ മൂവ്മെന്റ് മൂലമുണ്ടാകുന്ന ചലനമാണ് സീലിയറി ചലനം. പാരമീസ്യത്തിലെ ചലനം പോലെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് നമ്മുടെ ഓവ്യൂൾസിൽ ഓവറിൽ നിന്ന് ഓവ്യൂൾസ് വരുന്നത്, അതുപോലെ തന്നെ ഈ നമ്മുടെ കഫമെല്ലാം മുകളിലേക്ക് വരുന്നത് ഈ സീലിയറി ചലനങ്ങളുടെ മൂവ്മെന്റിന് ഉദാഹരണമാണ്. പേശി ചലനം എന്ന് പറയുന്നത് പേശികളുടെ സങ്കോചം പൂർവ്വസ്ഥിതി പ്രാപിക്കലും ചലനങ്ങൾക്ക് സഹായിക്കുന്നവയാണ് പേശി ചലനം എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ് ആണ് ഉള്ളത്. നമുക്ക് ഐച്ഛികമായിട്ടുള്ള മൂവ്മെന്റും അതേസമയം അനൈച്ഛികമായിട്ടുള്ള മൂവ്മെന്റും വളണ്ടറി ആക്ഷൻസ്, അതായത് അല്ലെങ്കിൽ ഇൻവളണ്ടറി ആക്ഷൻസ്. ഇങ്ങനെ രണ്ട് മൂവ്മെന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി പേശികല, ശരീര ചലനങ്ങൾക്ക് കാണപ്പെടുന്ന സവിശേഷ കലയാണ് പേശികൾ എന്ന് പറയുന്നത്. ശരീരത്തിൽ വിവിധ തരത്തിലുള്ള പേശികളുണ്ട്. ഇനി ഈ പേശികൾ എങ്ങനെയൊക്കെയാണ് ഇതാവുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് മയോളജി എന്ന് പറഞ്ഞ പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. നമ്മുടെ ശരീരത്തിൽ 639 ഇതുണ്ട്. മീസോഡേം എന്നുള്ള ഭ്രൂണാവസ്ഥയുള്ള കോശങ്ങളിൽ നിന്നുമാണ് നമ്മൾ എന്തുണ്ടാകുന്നത്, അല്ലെങ്കിൽ കലകളിൽ നിന്നുമാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ പേശി കലകൾ ഉണ്ടാകുന്നത്. പേശി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പേശി പറയുന്ന പേശി തന്തുക്കളുടെ ഒരു കൂട്ടമാണ്. പേശി വ്യൂഹ സഞ്ചയങ്ങള്, പേശി തന്തുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് തന്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഈ തന്തുക്കളെ പൊതിഞ്ഞിട്ടുള്ള സ്ഥലമാണ് പേശികോശ സ്ഥലം അല്ലെങ്കിൽ സാർക്കോലെമ എന്ന് പറയുന്നത്. ഈ പേശികോശ സ്ഥലത്തിന് കോശദ്രവ്യമുണ്ട്. ആ കോശദ്രവ്യമാണ് എന്ത് പറയുന്നത്, സാർക്കോപ്ലാസം എന്ന് പറയുന്നത്. അതിനുള്ള അന്തർദ്രവ്യ ജാലികരം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഈ സാർക്കോപ്ലാസത്തില് ഈ കോശദ്രവ്യത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട്. അതുകൊണ്ട് ബഹുമർമ്മത കാണിക്കപ്പെടുന്നു. ഇനി ഈ പേശികോശദ്രവ്യത്തിൽ മയോ ഫൈബ്രസ് അല്ലെങ്കിൽ മയോ ഫിലമെന്റ്സുകൾ ഉണ്ട്. ഈ മയോ ഫിലമെന്റ്സിൽ നമ്മുടെ ഐ ബാൻഡും എ ബാൻഡും ഉണ്ട്. ഐ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഐസോട്രോപിക് ബാൻഡ് അല്ലെങ്കിൽ ആക്റ്റിനുള്ള ബാൻഡുകളാണ്. അവ ലൈറ്റ് കളറാണ്. അതേസമയം അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ മയോസിൻ പ്രോട്ടീനുള്ള ഭാഗങ്ങളാണ്. അനൈസോട്രോപിക് അല്ലെങ്കിൽ എ ബാൻഡ് എന്ന് പറയുന്നത് മയോസിന് കനം കൂടുതലാണ്, ആക്റ്റിന് കനം കുറവാണ്. അതുകൊണ്ട് തന്നെ ആക്റ്റിനെ തിൻ ഫിലമെന്റ് എന്നും മയോസിനെ തിക് ഫിലമെന്റ് എന്ന് പറയുന്നു. നമ്മൾ മൂവ്മെന്റ് നടത്തുന്ന സമയത്ത് ആക്റ്റിൻ പ്രോട്ടീനുകൾ ഈ മയോസിന്റെ മേലേക്ക് പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ കോൺട്രാക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ റിലാക്സിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇത് പൂർവ്വസ്ഥിതി പ്രാപിച്ച് കറക്റ്റായിട്ട് നിൽക്കുന്നതാണ് സംഭവിക്കുന്നത്. ഐ ബാൻഡും ഇതെങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, സെഡ് ബാൻഡ്, പിന്നെ ആക്റ്റിൻ, മയോസിൻ, ആക്റ്റിൻ, സെഡ് ബാൻഡ്. ഇങ്ങനെയാണ് എന്താ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ആ മയോഫിലമെന്റ്സിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവ രേഖാങ്കിതമായിട്ട് കാണപ്പെടുന്നത്. എന്തുകൊണ്ട് കാണപ്പെടുന്നത്? രേഖാങ്കിതമായിട്ട് കാണപ്പെടുന്നത് ഈ ഐ ബാൻഡുകളുടെയും എ ബാൻഡുകളുടെയും തുടർച്ചയായിട്ടുള്ള വിന്യാസം മൂലമാണ് കറക്റ്റായിട്ട് ഐ ബാൻഡും എ ബാൻഡും കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ മസിൽസിന് പ്രത്യേകമായിട്ട് മൂന്നായിട്ടുണ്ട്. ഒന്ന് അസ്ഥിപേശി, മൃദുലപേശി, ഹൃദയപേശി. അസ്ഥിപേശി എന്ന് പറഞ്ഞാൽ സ്കെൽട്ടൽ മസിൽസ്, പേശികളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള പേശികളാണ് അസ്ഥിപേശി എന്ന് പറയുന്നത്. ഇവ രേഖാങ്കിതമാണ് അല്ലെങ്കിൽ സ്ട്രയാറ്റഡ് മസിൽസ് ആണ്. രണ്ടാമത്തത് ഐച്ഛിക മസിൽസ് ആണ്. പിന്നെ ഇവ നമ്മുടെ വളണ്ടറി കൺട്രോൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ അസ്ഥിപേശികൾ എന്ന് പറയുന്നത്. അതേസമയം മൃദുലപേശികൾ അല്ലെങ്കിൽ ആന്തരാവയവ പേശികൾ അല്ലെങ്കിൽ വിസറൽ മസിൽസ് എന്ന് പറയുന്നത് എന്താണ്, ഇവ അനൈച്ഛിക പേശികളാണ്. ഇവ നോൺ സ്ട്രയാറ്റഡ് മസിൽസ് ആണ്, അതായത് രേഖകളൊന്നും ഇല്ലാത്ത പേശികളാണ്. നമ്മുടെ ഉള്ളിലുള്ള അന്നപദം, അന്നനാളം അവയുമായിട്ട് ബന്ധപ്പെട്ട പേശികളാണ് മൃദുലപേശി എന്ന് പറയുന്നത്. അതേസമയം ഹൃദയവുമായി ബന്ധപ്പെട്ട പേശികളാണ് ഹൃദയപേശി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പേശികൾ. പേശികൾ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. മടക്കൽ പേശിയുണ്ട്, നിവർത്തൽ പേശിയുണ്ട്. മടക്കൽ പേശി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈകളുടെ മൂവ്മെന്റിന് മടക്കൽ പേശി എന്ത് ചെയ്യും, അത് കോൺട്രാക്ട് ചെയ്യും. അതേസമയം നിവർത്തൽ പേശി റിലാക്സ് ആകും. ആ ഒരു സമയത്താണ് ഇത് ഉള്ളിലേക്ക് മൂവ്മെന്റ് നടക്കുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കുമ്പോഴാണ് കൈകൾ ഫ്രീ ആയിട്ട് ഇതാവുന്നത്. ഇനി നമ്മുടെ
മസിൽ ഫാറ്റിഗ് അല്ലെങ്കിൽ പേശിക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരുപാട് കായിക അധ്വാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഓക്സിജന്റെ ഇൻടേക്കും അതുപോലെ തന്നെ മസിലിലേക്ക് പോകുന്ന ഓക്സിജന്റെ അളവും കമ്മിയാകുന്ന സമയത്ത് അവിടെ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യും. ഇത് അവിടെയുള്ള അസിഡിറ്റി വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ മസിൽസ് കോൺട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷനും സഹായിക്കുന്ന ഒരുപാട് രാസായനികങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കാൻ ഇത് കാരണമാകും. ഈ ഒരു സമയത്ത് നമ്മുടെ മസിൽസിന് അനുഭവപ്പെടുന്നതാണ് പേശീക്രമം എന്ന് പറയുന്നത്. നമ്മുടെ കുറച്ച് പേശികൾ നോക്കാം. ഏറ്റവും ചെറിയ പേശി എന്ന് പറയുന്നത് സ്റ്റിപ്പിഡിയസ് ആണ്. ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. റിഗർ മോർട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരണസമയത്തിന് ശേഷം പേശികൾ ഭയങ്കര ദൃഢമായിട്ട് ആവുന്ന അവസ്ഥയാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അസ്ഥികളുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.